വെച്ചാ പാഷണ്ഡതകളും ശീഷ്മകളും അത് ആക്ച്വലി എന്താണ്, അത് രണ്ടും കണക്റ്റഡ് ആണോ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, പാഷണ്ഡതകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടുള്ളൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ തെറ്റായ പ്രബോധനത്തിന് നമ്മൾ സഭയിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ ടേമാണ് പാഷണ്ഡത അല്ലെങ്കിൽ ഹെരസി എന്ന് പറയുന്നത്. ഹെരസി എന്നതുകൊണ്ട് തെറ്റായ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടും തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായിട്ടും പഠിപ്പിക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് അതൊരിക്കലും ഒരു സഭയിലും ഒരു കാലത്തും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. കാരണം അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള വെളിപ്പെടുത്തലാണ് ദൈവവചനം. രണ്ടാമത്തത് തിരുസഭയുടെ പ്രബോധനങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. അപ്പോൾ തിരുസഭ സുനഹദോസുകളിലൂടെയാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുക, അല്ലാതെ തൻ്റെ മാർപ്പാപ്പ നേരിട്ട് പഠിപ്പിക്കുന്ന ചില പ്രബോധനങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രബോധനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തിരുസഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒന്നിനെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ഇല്ലെന്ന് പറയുകയോ അതിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുന്നതൊക്കെ ഹെരസിയാണ് അല്ലെങ്കിൽ പാഷണ്ഡതയാണ്. അപ്പോൾ ആ പാഷണ്ഡത പാലിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ, പിന്തുടരുന്ന ആളുകൾ ആ എന്താ പറയുക സഭയുടെ ശരിയായ പ്രബോധനത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അതാണ് പാഷണ്ഡത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പാഷണ്ഡത ഉണ്ടായ എന്താ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം. പാഷണ്ഡത ഉണ്ടായ എന്താ പ്രശ്നം? ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടം പോലെ വിശ്വസിച്ചുകൂടെ? അങ്ങനെ വിശ്വസിച്ച ഒരു പാഷണ്ഡതയുടെ ഉദാഹരണം പറയാം. ഡ്യുവലിസം അല്ലെങ്കിൽ ഗ്നോസ്റ്റിസിസം എന്നൊക്കെ പറഞ്ഞൊരു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊരു പാഷണ്ഡത. എന്നും അത് ഒരു പരിധിവരെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ലോകങ്ങൾ, നന്മയുടെയും തിന്മയുടെയും ലോകങ്ങൾ. അപ്പോൾ നന്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ ദൈവം, ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വൽ മാത്രം. ഭൗതികമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യനും മനുഷ്യ ശരീരവും ഭക്ഷണവും ഒക്കെ എന്താണ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള രണ്ടാം ഗ്രേഡായിട്ടുള്ളതായിട്ട് കണക്കാക്കുന്ന ഒരു ചിന്താഗതി സഭയിലൊരു കാലത്ത് വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിവാഹത്തിനെ അവരെതിർത്തു. എന്താണ് അതിന് കാരണം? വിവാഹം ശരീരത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തു. അപ്പോൾ വിവാഹം തെറ്റാണ്, ശരീരം മോശമാണ്, ഭക്ഷണം ആവശ്യമില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളിലേക്ക് വരും. അപ്പോൾ ഈ പാഷാണ്ഡതയും നമ്മുടെ ആധ്യാത്മികയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. തെറ്റായ പ്രബോധനം നമുക്ക് കിട്ടിയാൽ തെറ്റായ രീതിയിൽ നമ്മൾ ജീവിക്കും. അപ്പോൾ സഭ അതിനെ എതിർത്തു. സഭ പറഞ്ഞ ശരീരം അന്ത്യവിധിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നിത്യതയുള്ള ശരീരമാണ് നമ്മുടെ ശരീരം. വിവാഹം എന്നുള്ളത് ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യത്തെ ബ്ലെസ്സിങ് ആണ്, ആദ്യത്തെ അനുഗ്രഹമാണ് അല്ലേ? ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഒന്ന് പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി വളരുന്ന ആദ്യത്തെ മനുഷ്യനുണ്ടാക്കിയതിനു ശേഷം കൊടുത്ത അനുഗ്രഹമാണത്. അപ്പോൾ ഇതൊന്നും തിന്മയായിട്ട് കാണാൻ ദൈവവചനത്തിനോ തിരുസഭയ്ക്കോ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പരിണത ഫലങ്ങളുണ്ട് ഈ പാഷാണ്ഡതയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് പാഷാണ്ഡത അല്ലെങ്കിൽ തെറ്റായ പ്രബോധനം സഭയിൽ എപ്പോഴും കൺഫ്രണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ സഭ തിരുത്തിയിട്ടുണ്ട്. സഭ അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും കാലാകാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഐസക് ആലപ്പാട്ട് എന്ന് പറയുന്നൊരു അച്ഛൻ തിരുവചനം തെറ്റിദ്ധരിച്ചവരെന്ന് പറഞ്ഞ 3 വോള്യമുള്ള ഒരു പുസ്തകം മലയാളത്തിൽ ഈ പാഷാണ്ഡതകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു അതിൽ തെറ്റ്, എന്തായിരുന്നു സഭയുടെ പ്രബോധനം, എന്തുകൊണ്ടാണത് പാഷാണ്ഡതയായി എന്നൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ് തിരുവചനം തെറ്റിദ്ധരിച്ചവർ എന്ന് പറയുന്ന നല്ലൊരു പുസ്തകമാണത്. അത് വായിക്കുന്നതല്ല പാഷാണ്ഡത എന്താണെന്നും അതിൻ്റെ ശരിയായ പ്രബോധനം എന്താണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട്. രണ്ടാമത് ശീഷ്മ എന്ന് പറഞ്ഞാൽ പാഷാണ്ഡത ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാൽ സഭാധികാരികളിൽ നിന്ന്, ഔദ്യോഗികമായിട്ടുള്ള സഭാധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടു പോകുന്നത്, സ്കിസം, വിഭജിക്കപ്പെട്ടത് അല്ലെങ്കിൽ മുറിക്കപ്പെട്ടത്, അത് ഒരുപക്ഷെ വിശ്വസിക്കുന്നതൊക്കെ ചിലപ്പോൾ സഭാ പ്രബോധനങ്ങളൊക്കെ തന്നെയായിരിക്കാം. പക്ഷേ സഭയിലെ ഔദ്യോഗിക അധികാരികളുമായിട്ടുള്ളൊരു വിഷമം അതിലുണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റൊരു സെക്റ്റായിട്ടും സമൂഹമായിട്ടും ഒക്കെ പോകുന്ന ഒരു രീതി അത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഉദാഹരണത്തിന് വത്തിക്കാൻ സുനോദോസ് കഴിഞ്ഞപ്പോൾ ലെഫേവർ എന്ന് പറയുന്ന ഒരു മെത്രാൻ്റെ കൂടെ കുറേ പേര് ഈ ഒരു സംഘം ചേർന്ന് അങ്ങോട്ട് പോയി. അത് ഒരു ശീഷ്മയായിരുന്നു, ഒരു അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ ശീഷ്മ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശീഷ്മയായിരുന്നു അത്. അപ്പോൾ അങ്ങനത്തെ ടെൻഡൻസികൾ സഭയിലുണ്ട്. അപ്പോൾ അതിൽ പ്രബോധനം തെറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള സാധാരണഗതിയിലുള്ള ബന്ധം എന്താണ്, ചരിത്രത്തിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ പാഷാണ്ഡത ശീഷ്മയിലേക്ക് നയിക്കുന്നു.
പാഷാണ്ഡത ശിശുമ, അതാണ് സാധാരണ സഭാചരിത്രത്തിൽ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി. തെറ്റായ പ്രബോധനം സഭാധികാരികളിൽ നിന്ന് അകറ്റുന്നു. സഭാധികാരികൾ ഔദ്യോഗികമായി സൂനോദോസ് കൂടി അല്ലെങ്കിൽ സിനഡ് കൂടി തീരുമാനിച്ചിട്ടുള്ള, മാർപ്പാപ്പ സ്വന്തം അധികാരത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള, ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ശീശ്മയിലേക്ക് നയിക്കപ്പെടും. അതാണ് ഇതിൻ്റെ ഒരു നോർമൽ സീക്വൻസ്. അപ്പോൾ ഇത് രണ്ടും സഭയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ പാഷാണ്ഡതകൾ ചെറുതും വലുതുമായിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്ര പ്രബലമായിട്ടുള്ള പാഷാണ്ഡതകൾ നമുക്ക് ഒരു പക്ഷേ അധികം കാണുന്നില്ല. ഈ അടുത്ത കാലത്ത് കയറി വന്ന പല കൊച്ചു പാഷാണ്ഡകൾ അതേ സമയത്ത് തന്നെ വിശ്വാസ കാര്യാലയമൊക്കെ ഇടപെട്ട് അതിനെ തിരുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വലിയ പാഷാണ്ഡതകളും വലിയ ശിശ്മകളും നമുക്ക് അധികം ഇല്ല. അപ്പം ഇതാണ് തമ്മിൽ ബന്ധമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ബന്ധമുണ്ടാകുന്ന നിർബന്ധം ഇല്ല.